ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്കിന്ന് യോഗവും സിദ്ധിയാണ് നമുക്കിന്ന് വായിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കരഞ്ഞു പോയി വായിച്ച്. കാരണം അനുഭവങ്ങൾ ഒരു ഒത്തിരി വർഷത്തിന് 30 വർഷത്തിന് മുമ്പുള്ള ഓരോ കാര്യങ്ങൾ അന്ന് അനുഭവിച്ച അതുകൊണ്ടാണെന്ന് ആനന്ദം അനുഭവിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ അത്രത്തോളം ആരും പറഞ്ഞു തരാനില്ലാത്ത കൊണ്ട് ഒരുപാട് എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു വിഷമവും നിലവിളിയും എന്താ കാരണമെന്ന് അറിയാനും വയ്യ. ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ അതെല്ലാം ഇപ്പോൾ എനിക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ ഇതൊന്നും അന്ന് വായിച്ചാൽ മനസ്സിലാവത്തില്ല, കാരണം അറിഞ്ഞൂടല്ലോ. അനുഭവങ്ങൾ അങ്ങനെ വന്നപ്പം ഇത് വായിച്ചപ്പോൾ അനുഭവമായിട്ട് ഇത് തന്നെ വായിക്കുന്നില്ല. ഇപ്പം എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തരാനില്ലെന്ന് കരുതിയെടുത്തപ്പോഴാണ് ഇതൊക്കെ അന്ന് അനുഭവിച്ച കാര്യങ്ങളാണല്ലോ എന്ന് ഓർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ട ഒരു ഭക്തന്? ലോകമാതാവായിരിക്കുന്ന ആ പരാശക്തിയായിരിക്കുന്ന അമ്മ. കാരണം അമ്മയാണ് എല്ലാവർക്കും. അമ്മ കഴിഞ്ഞ മറ്റേ എന്തും ഉള്ളു. അപ്പോൾ നമ്മൾ എന്തും ചോദിച്ചാൽ മുമ്പേ അമ്മയടുത്ത് ചോദിച്ചാൽ അമ്മ അത്ര എളുപ്പത്തിലാണ്. അതുകൊണ്ടായിരിക്കും അന്നത്തെ മഹാത്മാക്കളെല്ലാം ദേവി അമ്മയെ ഇങ്ങനെ പ്രധാനമായിട്ടും പിതാവേ എന്നല്ല, കൂടുതലും അമ്മ ദേവിയാണ്. കാരണം എല്ലാവർക്കും അമ്മ നമ്മൾ വിഷമം പറയുമ്പോൾ സാധാരണ മാതാവാണല്ലോ അത് കേൾക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈശ്വരൻ്റെ കൃപ, ഭഗവാന്റെ അമ്മയിൽ നിന്നുള്ള ആ അമൃതകടാക്ഷം നമ്മളിലേക്ക് വരണമെങ്കിൽ അമ്മ കനിയണം. അതുകൊണ്ടാണ് എല്ലാവരും അമ്മേ ദേവി എന്ന്. എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ആയിരുന്നു. കാരണം എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈശ്വര എന്നുള്ള, എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ദേവിയാണെന്നോ ദേവനാണെന്നോ ഒന്നും എനിക്ക് അന്നൊന്നും അറിയില്ല. ഞാനെല്ലാം ഈശ്വര ഈശ്വര എന്നുള്ള സ്നേഹം, ഭക്തി, അതാണ് ഒരു എല്ലാം ഈശ്വരൻ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ്. അത് അമ്മയായാലും അച്ഛനായാലും അത് ലോകമാതാവായാലും ലോകപിതാവായാലും എല്ലാം ഒന്നായി തന്നെ കാണുന്നു. അതാണ് ആവശ്യവും. പക്ഷെ ഇങ്ങനെ വിദ്യയ്ക്ക് വേണ്ടി ഈ ജ്ഞാനം ഉള്ളിൽ ഉദിക്കാൻ അപ്പോൾ ലോകമാതാവായിരിക്കുന്ന അമ്മയെ നമ്മൾ അത്രത്തോളം ധ്യാനിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. അതാണ് മഹാത്മാക്കളെല്ലാം ദേവിയെ എത്രമാത്രം ആരാധിക്കുന്നത്. നമ്മളെല്ലാം രക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും എല്ലാം അമ്മയാണല്ലോ. അതുകൊണ്ട് പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, അത് പരമാത്മാവായ ഈശ്വരൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ലോകമാതാവായ ആ പരാശക്തി എല്ലാ സൃഷ്ടികളും നടത്തി നമ്മളെ രക്ഷിച്ച് പോറ്റുന്നതെല്ലാം അമ്മ. അപ്പം നമ്മുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം പറയുമ്പോൾ അമ്മ പെട്ടെന്ന് കേൾക്കും. മാതാവല്ലേ, പെറ്റ അമ്മയ്ക്ക് മക്കളുള്ള സ്നേഹം കൂടും എന്ത് ചോദിച്ചാലും. അപ്പം നമ്മൾ യഥാർത്ഥ ഒരു പൈതലാണെങ്കിൽ, അമ്മയ്ക്ക് ചേരുന്ന സ്വഭാവത്തോടും നിർമ്മലമായ മനസ്സോടൊക്കെ ഉള്ളൊരു പുത്രിയോ പുത്രനോ ആണെങ്കിൽ നമുക്ക് അമ്മയടുത്ത് എന്ത് ചോദിച്ചാലും അമ്മ അതിന് തരാൻ കടപ്പെട്ടവളാണ് മാതാവ്. അതുകൊണ്ട് ഇവിടെ എന്താ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയാം, കൂപ്പുന്ന കൈകളോട് കുത്തിയ മുറ്റി ബാഷ്പം നിറഞ്ഞു പൊഴിയുന്ന നയനങ്ങളോടും. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ആ നയനത്തിൽ കണ്ണിൽ കൂടെ വരുന്ന ആ കണ്ണുനീര്, മുറ്റിയ ബാഷ്പം, അത്ര സങ്കടമാണ്. അമ്മയിലോട്ട് ചേരാനുള്ള ആ ഒരു വെപ്രാളത്തിൽ വരുന്ന ആ സങ്കടം, അത് എന്താ അന്നങ്ങനെ വരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇതായിരുന്നു കാരണം. ഈ ആനന്ദം അനുഭവിക്കാനായിരുന്നു ആ ഉള്ളിൽ ആ ദുഃഖം വന്നതെന്ന് പോകെ പിന്നെ മനസ്സിലായി. അന്നൊന്നും എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ആ സന്തോഷവും ആത്മാനന്ദവും ഒക്കെ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, അർത്ഥയ്ക്ക് ആ ചിത്തം ഉരുകി പ്രണയാമ്പുരാശി തന്നോട് മറ്റ് കഴിവെന്തു നിനക്ക് പാർത്താൽ. നമുക്ക് എന്താ കഴിവുള്ളത്? അമ്മയെ കൊണ്ടല്ലേ നടക്കൂ, ഈശ്വരൻ തന്നല്ലേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു കഴിവുമില്ല. അപ്പോൾ ചിത്തം അർത്ഥിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാനേ വകയുള്ളൂ. അപ്പോൾ ചിത്തം ഉരുകി പ്രേമമാകുന്ന ഭക്തിയോടുകൂടി ആ അമ്മയെ ആരാധിച്ചും കൊണ്ട് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. അമ്മയെ എനിക്കും അമ്മയുടെ കരുണ, കൃപ, കടാക്ഷ, അമൃതം നമുക്കും വേണം, എനിക്കും വേണം അമ്മേ എന്ന് നമ്മൾ മുറ്റുന്ന കണ്ണുനീരായിരിക്കണം. ബാഷ്പം അങ്ങനെ നയനങ്ങളോട് ആ കണ്ണുനീര് ഒഴുകി 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 എത്ര നാളിങ്ങനെ കരഞ്ഞെന്നൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാനിതങ്ങനെ നിത്യേന എൻ്റെ ജോലി ഇതായിരുന്നു. എല്ലാം ജോലി ഇഷ്ടം പോലെ ഇതെല്ലാം പെട്ടെന്ന് തീർക്കും. എന്തിനാ സമയം വേണ്ടേ കരയാൻ? ഇപ്പം എനിക്ക് ചിരി വരുന്നത്, കാരണം ആർക്കും അത് അറിയത്തില്ല അന്നത്തെ കാരണം എല്ലാവരും ഇവിടെ നിന്ന് പോകും, പിള്ളേരും പോകും, ഭർത്താവും പോകും. ഒരു ദിവസം എന്തോ എടുക്കാൻ സാധനം, എന്തോ ഉളിയോ എന്താ എടുക്കാൻ വന്ന് പണിക്ക് പോകുന്നത്, ജോലിക്ക് പോകുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ മുറ്റത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞ് അവിടെ മൊത്തം മൂക്കളെയാ കണ്ണുനീരുവാ. അതിനാ മുറ്റത്ത് പോയിരിക്കുന്നത്. ആരുടെ ശല്യമല്ല, ദിവസം എൻ്റെ തൊഴിലിതായിരുന്നു. എന്തിനാന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പോഴും നീ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയത്തില്ല, ഇത് ഇന്ന് മാത്രമല്ലേ കുറേ നാളുകൊണ്ട് തുടങ്ങിയതാ. ഈ എല്ലാ ജോലിയും ഒതുക്കിയിട്ട് കരയാനായിട്ട് സമയം എടുക്കണം. എന്തോ ഇത്ര ഉള്ളുവേദനയായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഒരു
ഇതൊക്കെ വന്നുകൂടി അനുഭവം ആയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കതൊരു വല്ലാത്ത വിഷമമാണ്. ഉള്ളുവേദന, അതാണ് ആത്മവേദനയെന്ന് പറയാം. അതൊരു വല്ലാത്ത വേദനയാണ്, ഒരു സങ്കടമാണ്, എന്തോ കിട്ടാൻ വേണ്ടി. അതാണ് നമ്മൾ ഇരിക്കുന്നു, പക്ഷെ നമുക്ക് അറിയില്ല എന്താ. നമ്മൾ തന്നെ ഈ പരമാത്മാവായിരുന്ന ഈ ദേവിയായാലും ദേവനായാലും നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് വെളിയിലോട്ട് വരുന്നില്ല. അതിന് നണ്ടുള്ള നിലവിളിയാണ്. അപ്പോൾ ഒരു പ്രസവ വേദന, കുട്ടി പ്രസവിക്കാനുള്ള വേദന, പക്ഷേ ആ കുട്ടിക്കും വരണ്ടേ, വരണ്ടേ, എന്തായാലും അത് ആനന്ദമാവും. അതൊരു ഉദാഹരണം വെച്ചോ. ഇതൊക്കെ തന്നെ ഉദാഹരണം പറയാൻ പറ്റും, അല്ല എന്ത് ചെയ്യാനാ. അപ്പോൾ അത് വരാനുള്ള ആ വെപ്രാളവും വേദനയും നമ്മൾ അനുഭവിച്ചൊക്കെ എന്ത് വരാനാ. ഈ ആത്മാവിൽ ആ പരമാത്മാവായിരിക്കുന്ന ആ ദേവിയോ ദേവനോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പുറപ്പെട്ട് നമ്മളിലേക്ക് ആനന്ദ നിർവൃതി അടയാൻ എല്ലാത്തിനും വെറുതെ ഇനി വരത്തില്ല. അതിനെല്ലാം കഠിനാധ്വാനമുണ്ട്, അതിൻ്റെ വേദനയുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ടെന്ന് ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കണം. വെറുതെ ഒന്നും ഇത് വരത്തില്ല. അത്രയ്ക്ക് ഒരു കുട്ടി 9 മാസവും വയറ്റിൽ ചുമന്ന് അതിന് വേണ്ടുന്ന രക്ഷയെല്ലാം നമ്മുടെ ഉള്ളിൽ കൂടെ കിട്ടി, എല്ലാം കഴിഞ്ഞിട്ട് അത് പുറത്ത് വരാനുള്ളൊരു വല്ലാത്തൊരു ദുഃഖം, വേദന, സങ്കടം ഇതെല്ലാം കഴിയുമ്പോൾ എന്താണ് ആനന്ദമല്ലേ കുഞ്ഞിനെ കാണുമ്പം. അതിൻ്റെ വേറൊരവസ്ഥയാണ്, കണ്ടോ. ഇത് തന്നെയല്ല. അതുകൊണ്ട് നമുക്കിനി അടുത്തത് വായിക്കാം. രാമൻ ചുഴന്നു നയനം സ്മരണേ ജയിച്ചു ബുദ്ധൻ വിഹംഗപതി അംബരചാരിയായി. നിൻ പുത്രനും അഗതി ആശ്രയമിന്നു നീയേ, വൻപിച്ച കാര്യം ഇതുകൾക്കിവനാൽ അസാധ്യം. രാമനും കൃഷ്ണനും ഒക്കെ അമ്മ, ഈ ലോകമാതാവ് ഇവിടെ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരമാത്മാവായ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരിവിടെ ശരീരം എടുത്തിട്ടുണ്ടെങ്കിലും അമ്മയില്ലാത്ത കാര്യമില്ല. അമ്മ ഉണ്ടെങ്കിലേ ശരീരവും, ഈ പഞ്ചഭൂതം നിർമ്മിതമാണല്ലോ ലോകം, ആർക്കും. അവിടെ പിന്നെ പരമാത്മാവാണ് കൃഷ്ണനെന്നോ രാമനെന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ദേഹം എടുക്കണമെങ്കിലും അതിന് രക്ഷയും ശക്തിയും എല്ലാം വേണമെങ്കിൽ ആര് കൊടുക്കണം? ലോകമാതാവായ അമ്മ കൊടുക്കണം. അപ്പോൾ രാമനായാലും കൃഷ്ണനായാലും ബുദ്ധനായാലും എല്ലാം എന്താ, അമ്മയല്ലേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ ബ്രഹ്മജ്ഞാനികളായ ഈ മഹാത്മാക്കളും ഈ ലോകത്തുള്ള എല്ലാ ശങ്കരാചാര്യരോ പിന്നെ ബുദ്ധനോ ഗുരുദേവനോ എൻ്റെ അച്ഛനോ ഇതൊക്കെ ദേവി ദേവി എന്ന് വിളിക്കുന്ന എന്താ കാരണം? ഇതാണ് കാരണം. അമ്മയാണ് എല്ലാവർക്കും. വൻപിച്ച കാര്യം നമ്മെക്കൊണ്ടൊന്നും നടക്കുന്നില്ല, അമ്മയെക്കൊണ്ട് മാത്രമേ നടക്കൂ. അതുകൊണ്ട് രാമൻ ചുഴന്നു നയനം സ്മരണേ ജയിച്ചു ബുദ്ധൻ വിഹംഗപതി അംബരചാരിയായി. നിൻ പുത്രനെന്ന് അഗതി ആശ്രയമെന്ന് നീയേ. ഇത്രയെല്ലാം മഹാത്മ്യമുള്ള അവരെല്ലാം ഇങ്ങനെ ഈ അമ്മ തന്നെ കൊടുത്തിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ആയത്. അതുകൊണ്ട് ബുദ്ധനായാലും രാമനായാലും നയനം ചുഴന്ന് കണ്ണുനീരൊഴുകി അംബരചാരിയായി അമ്മയുടെ പുത്രനാണ്, അഗതിയാണ്. ഇതാണ് അവരെല്ലാം. അങ്ങനെയല്ല അവർ പ്രാർത്ഥിച്ചിട്ടായിരിക്കും അവർക്കൊക്കെ ഈ ലോകത്ത് ജയിക്കാൻ പറ്റിയത്. അതുകൊണ്ട് നിൻ പുത്രൻ അമ്മയുടെ പുത്രനാണ്, അല്ലെ നമ്മൾ മകളാണ്, അല്ലെ പുത്രിയാണ്. പുത്രനോ പുത്രിയോ ആകട്ടെ അഗതിയാണ്, ഒരു രക്ഷയില്ല, ആശ്രയം ആരും തന്നെ ഇല്ല അമ്മേ. ആശ്രയം ഇന്ന് നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല അമ്മയെന്ന് നമ്മൾ അത്രത്തോളം ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന വരുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത്, കണ്ണുനീര് മുറ്റിയ ബാഷ്പം ഒഴുകി കണ്ണിൽ കൂടെ. ആശ്രയമല്ലാതെ ആരുമില്ല, നീ അല്ലാതെ, അമ്മയല്ലാതെ. അതുകൊണ്ട് ആശ്രയം ഇന്ന് നീയെ, വമ്പിച്ച കാര്യം ഇതുകൾക്ക് ഇവനാൽ അസാധ്യം. ഇതെല്ലാം അമ്മയ്ക്ക് സാധ്യമാകും, എന്നാൽ ഇവനെ കൊണ്ടോ ആർക്കും സാധ്യമല്ല, അസാധ്യമാണ്. അമ്മയ്ക്ക് ഒന്നും സാധ്യമല്ലാതില്ല, സർവ്വതും അമ്മയ്ക്ക് സാധ്യം. ഈ കാര്യങ്ങൾക്കൊന്നും, കാരണം അമ്മയുടെ അനുഗ്രഹവും കൃപയും നമുക്ക് തരണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണം. നമുക്കിവിടെ ജീവിക്കണം, നന്നായി ആനന്ദത്തോടുകൂടി കഴിയണമെങ്കിൽ എന്താ ആനന്ദം? പരമാനന്ദമായിരിക്കുന്ന ആ അനുഭൂതി, ആ അമൃത് നമുക്ക് നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ അമ്മ തരണം. അത് അസാധ്യം, മറ്റാർക്കും അത് ഒക്കുന്നതല്ല. അതുകൊണ്ട് അമ്മ തന്നെ അതിന് ആശ്രയമായുള്ളൂ, വേറെ ആരും ഇല്ല. നമ്മളെല്ലാവരും അഗതികളാണ്, ഒരു രക്ഷയുമില്ല, നമ്മളെക്കൊണ്ട് യാതൊരു സാധ്യവുമല്ല. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും അസാധ്യവുമല്ല, എല്ലാം അമ്മയ്ക്ക് സാധ്യമാകുന്നു. അതാണ് ഇതിൽ പ്രാർത്ഥന. അപ്പം പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലയോ, ഇതൊക്കെ അച്ഛന് കൊടുത്ത ഗ്രന്ഥങ്ങളാണിതെല്ലാം, ഗുരു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് അച്ഛനൊക്കെ അന്ന് ദേവി ദേവി എന്ന് വിളിക്കുന്നത്. എനിക്കിതൊന്നും പറഞ്ഞുതരാനോ ഒക്കെ ഒന്നും അതിനുള്ള സമയമൊന്നും ആവാത്തതുകൊണ്ട് ഞാനിത് ഇപ്പോഴൊക്കെ എടുത്ത് സ്വന്തമായിട്ട് മനസ്സിലാക്കി. പക്ഷേ അതിനുമ്പേ എനിക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞു, എങ്ങനെയോ അങ്ങ് സംഭവിച്ചു, കിട്ടി. കഴിഞ്ഞ ജന്മത്തിൻ്റെ എങ്ങാണ്ടായിരിക്കും. എന്നാലും വേദനിക്കാതെയും വിഷമിക്കാതെയും കരയാതെയും ഒന്നും വെറുതെ വരത്തില്ല. അത്രത്തോളം പ്രയത്നം വേണം. എന്നാൽ ചോദിക്കും,
കുട്ടിനാളോട്ടേ ഭക്തിയും പരമായിട്ട് ഇരുന്ന് 40 വയസ്സ് വരെ അങ്ങനെ ഒരേ രീതിയിൽ, കാരണം കൃത്യനിഷ്ഠ അങ്ങനെയായിരുന്നു. ഒന്നും ഒരു ദിവസവും മുടക്കമില്ല. ഒരു കാര്യം ഭഗവാന് നമ്മൾ എന്താണ് ഭഗവാന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഇതുവരെ ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഇടുന്നത് പോലും ഞാൻ എത്രയും പെട്ടെന്ന് ഓരോന്ന്, അതുവരെ എനിക്ക് അത് സമയം മഴയൊക്കെ വരുന്ന അല്ലെങ്കിൽ മറ്റേതും പ്രശ്നങ്ങൾ നേരത്തെ ഇതെടുക്കുക. ഇപ്പോൾ നെറ്റ് പോലും എനിക്ക് രാത്രി 12 മണിക്ക് ശേഷം എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഒന്നും കാണാതൊക്കെ ഇരിക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റിനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇടാം. കാരണം ഈ മൊബൈലിൽ കൂടെ എടുക്കുന്നത് ഇങ്ങനെയാണ്. രാത്രി 12 മണി തൊട്ട് പിറ്റേന്ന് പകൽ 12 മണി വരെ എനിക്ക് യൂട്യൂബിലേക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് രാത്രി 1 മണിയൊക്കെ അത് അത് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ 10-30 മിനിറ്റൊക്കെ പോവുള്ളൂ. ചിലപ്പോൾ ഞാൻ ഒന്ന് മയങ്ങി ഉറങ്ങി എണീക്കുമ്പോൾ 2-3 മണിയാകുമ്പോൾ നോക്കുമ്പോൾ അയ്യോ ഇത് പോയല്ലേ എന്ന് പിന്നെ ഞാനത് ഇങ്ങനെ എടുത്ത് ശരിയാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ കാരണം? ആർക്ക് വേണ്ടി? എൻ്റെ പരമാത്മാവായ ഭഗവാന്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതിനൊക്കെ ഈ പ്രായത്തിൽ ഞാനിത് മുടക്കാതെ ഇതുവരെ ഇങ്ങനെ എങ്ങനെയൊക്കെ നെറ്റ് ഇല്ലെങ്കിൽ വേറൊരു വീട്ടിലെങ്കിലും പോയി അത് ആ സമയത്ത് ഇട്ടിട്ട് എനിക്കൊരു വെപ്രാളമാണ്. അതുപോലെ ചെയ്യണമെങ്കിൽ കൃത്യനിഷ്ഠ. ഇപ്പം എൻ്റെ ഭഗവാൻ എന്താ സ്നേഹിക്കത്തില്ലേ നമ്മളങ്ങനെ ചെയ്തു നോക്കൂ. എല്ലാ കാര്യങ്ങളും ഭഗവാനല്ല ഇതൊന്നും നമുക്കുള്ള വെപ്രാളം. എൻ്റെ ഭഗവാൻ എന്താ കാര്യം? നമുക്ക് ഈശ്വരൻ്റെ ഇഷ്ടം സാധിക്കുക. ഭഗവാൻ എന്താണ് ഇഷ്ടം അത് നമ്മൾ സാധിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാമോ? മറ്റ് കാര്യങ്ങളൊക്കെ പുറകേ ഉള്ളൂ. അപ്പം ഇത് രാത്രി ആയാലെന്താ പകലായാലെന്താ? അപ്പം നമ്മളത് എത്രയും പെട്ടെന്നൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ശ്രദ്ധ. ആ ഒരു ഓർമ്മയോടുകൂടി ഇരുന്ന് ചെയ്ത് വരുമ്പം മറ്റൊക്കെ പലതും നമുക്ക് വേണ്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. ഒന്നും മുടക്കിയിട്ടില്ല ഈശ്വരൻ. ഇത് കൃത്യനിഷ്ഠ ചെയ്യുമ്പോൾ മറ്റതെല്ലാം ഭഗവാൻ തനിയേ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നിരിക്കും, എല്ലാം കിട്ടിയിരിക്കും. അത് അനുഭവം കൊണ്ട് പറയുന്നതാണ് മക്കളെ. ഇത് അനുഭവമില്ലാത്ത ഒന്നും തന്നെ ഞാൻ ഇത് പറയാറില്ല. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ എല്ലാ സത്യസന്ധമായ കാര്യങ്ങളും പറയുന്ന എല്ലാമാണ് കൃത്യനിഷ്ഠ. കള്ളത്തരം പാടില്ല. ഉള്ളത് കാര്യം മാത്രമേ ഞാൻ ഇത് പറയാറുള്ളൂ. കാരണം അതൊക്കെയാണ് ഈശ്വരൻ നോക്കുന്നത്. ഒരു സൂര്യവണ്ണത്തിലുള്ള ഒരു കാപട്യവും നമ്മളെ ഉള്ളേ വരരുത്, ഒരു വാക്ക് പോലും. അപ്പോൾ സത്യസന്ധമായ കാര്യത്തിന് എനിക്കതിന് നിഷ്ഠയുണ്ട്. അപ്പോൾ പരമാത്മാവായ ഈശ്വരൻ നമ്മളെ അത്രത്തോളം അളന്ന് കുറിച്ചാണ് നമുക്ക് ഓരോന്ന് തരുന്നത്. ഈശ്വരൻ അനുഗ്രഹം നമുക്ക് ഒഴുകി തരണമെങ്കിൽ, ഈ അമൃതം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ പാത്രമായിരിക്കണം, വെടുപ്പായിരിക്കണം. അതുകൊണ്ട് ഇതാണ് വൻപിച്ച കാര്യം, ഇതുകൾക്ക് ഇവനാൽ അസാധ്യം. ഇവിടെ ബുദ്ധനായാലും സിദ്ധനായാലും കൃഷ്ണനായാലും രാമനായാലും ഇതൊക്കെ ആ അമ്മ കൊടുക്കണം. അമ്മയാണ് എല്ലാവരുടെയും മാതാവ്. ഭൂമിയിൽ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ ലോകമാതാവ് എല്ലാവർക്കും അമ്മ തന്നെയാണ്. താങ്ങില്ലെനിക്ക് നഹി സംശയം എൻ്റെ ചിത്തം, പാങ്ങല്ല ദേഹവും അയുക്തം അതീവ നിന്ദ്യം. എനിക്ക് താങ്ങില്ലമ്മേ, എനിക്ക് പറ്റുന്നില്ലമ്മേ. സംശയം എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് പാങ്ങല്ല. ദേഹവും അയുക്തം അതീവ നിന്ദ്യമാണ്. എന്നുവെച്ചാൽ അത്രമാത്രം യാതൊന്നിനും കൊള്ളത്തില്ലമ്മേ. എല്ലാം കൊണ്ടും നമുക്ക് ഒരു പാങ്ങുമില്ല. ഒന്നുകൊണ്ട് ഞാൻ അശക്തനാണ്, ഒരു ഗതിയില്ല. എല്ലാം അമ്മ തന്നെ പറ്റൂ, അമ്മയെ കൊണ്ടേ നടക്കൂ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് നിൻ സന്നിധാനം അണവാനരുതേ, സഹായമില്ല അന്യം എന്നെ മടിയേറ്റുക ലോകതായേ. ലോകത്തിൻ്റെ അമ്മേ, ഈ ലോകത്തിന് സർവർക്കുമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന അമ്മേ, അങ്ങല്ലാതെ അവിടുത്തെ സാന്നിധ്യം അണവാൻ, അമ്മയുടെ അടുക്കൽ ചേർന്നിരിക്കാൻ. ആദ്യമേ അമ്മയുടെ അടുക്കലോട്ടിരുന്നിട്ട് പിന്നെ ചേർന്ന് ഒട്ടിയിട്ട് പിന്നെ അമ്മ ഉള്ളിലാകണം. അത് യോഗം ചേർച്ച. അതിന് സന്നിധാനം അണവാൻ, അമ്മയിൽ ചേരാൻ. അല്ലാതെ ആരും സഹായമില്ല അമ്മേ. മടിയേറ്റുക ലോകതായെ, അത് കരയേറ്റി തരൂ. ഈ ആവശ്യം എനിക്ക് അമ്മ മതി. പ്രേമമാകുന്ന എൻ്റെ അമ്മയിൽ ചേർന്നിരിക്കാൻ, ആ ഭക്തിപൂർവ്വം അമ്മയിൽ അണയാൻ, ചേരാൻ അമ്മ തന്നെ അതിനുള്ള വഴി തരൂ. അമ്മയിൽ ഞാൻ അമ്മയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ലയിച്ചിരിക്കട്ടെ. അതിന് വേറെ ആരാലും സാധ്യമല്ല, ആരും സഹായമില്ല അമ്മേ. അമ്മ തന്നെ ഉള്ളൂ സഹായമായിട്ട്. അതുകൊണ്ട് അന്യം എന്നെ മടിയേറ്റുക ലോകമാതാവേ, തായേ എന്ന് വെച്ചാൽ അമ്മേ. ഇതാണ് അമ്മയെ നമ്മൾ പ്രാർത്ഥിച്ച്. ഇതിപ്പം കിട്ടേണ്ടവർക്ക് ഇതൊന്നും അല്ല പ്രാർത്ഥന. ഇത് കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് എനിക്കിപ്പം ചിരിയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇത് കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാ. എൻ്റെ ആ കാലത്ത് എങ്ങനെയായിരുന്നു 40 വയസ്സുള്ള സമയത്ത് എന്നും കരച്ചു നിറഞ്ഞ അതുപോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുട്ടണം. ഇതിപ്പോൾ എനിക്കിപ്പം ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
എനിക്ക് ഇനിയിപ്പം ഇനി എന്താ എനിക്ക് തരേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ അത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. എനിക്ക് പറയാൻ അറിഞ്ഞൂടല്ലോ. അതിൻ്റെ സമയം വരുമ്പോൾ ചില മുട്ട് വരുമായിരിക്കും. അത് അന്നേരമല്ലേ. ഇപ്പം എനിക്ക് എന്താ വേണമെന്ന് അറിഞ്ഞെങ്കിലല്ലേ എനിക്ക് കരഞ്ഞ് പറയാൻ പറ്റൂ. അന്നും അറിയാൻ വയ്യ. എന്തോ വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ ആരും പറഞ്ഞു തന്നെങ്കിൽ ഇത് മുന്നോട്ട് വായിച്ച് നോക്കണം ഇനി വല്ലതും ഉണ്ടോ എന്ന്. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങി ഓരോ കണ്ണിയെ മനസ്സിലാക്കുന്നു, അങ്ങോട്ട് പറഞ്ഞു തരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് ചിരിച്ചുകൊണ്ടും സന്തോഷമുണ്ടും അല്ല മക്കളെ, ഇത് ഒരു ആത്മവേദന നമ്മുടെ ഉള്ളിൽ ഭക്തമക്കൾക്ക് വരും. ഭക്തർക്ക് ഭക്തി കൂടി കൂടി വരുമ്പോൾ ചില മക്കൾ ഇതിൽ എനിക്ക് അറിയാം, അവർക്ക് ഭക്തി കാരണം സാഹചര്യം പറ്റുന്നില്ല. ഇപ്പോഴൊക്കെ പ്രായങ്ങളൊക്കെ ഒരു 60-നകത്തൊക്കെ ഉള്ള മക്കളാണ്. അവർക്ക് ഭക്തി ഉണ്ട്, പക്ഷേ ഈ വീട്ടുകളിലുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അതും എല്ലായിടും അതിന് അല്പം ഈ സ്വന്തം കാലിൽ നിൽക്കേണ്ട സമയമൊക്കെ വരണം പിള്ളേരൊക്കെ. അപ്പോഴേ അവർക്ക് അതിൽ നിന്നും വിടുതൽ കിട്ടാൻ പറ്റൂ. എല്ലാം കൂടെ ചേർന്ന് ദൈവം നോക്കും. ഇവർക്ക് എപ്പോഴാണ് ഈ മകൾക്ക് ഭയങ്കര ഭക്തിയാണ്, പക്ഷേ എപ്പോഴാണ് സമയമെന്ന് പരമാത്മാവിന് അറിയാം. എന്നേ മനസ്സിലാക്കി വെച്ചേക്കോ, നിനക്ക് ഇന്ന സമയത്താണ്. അങ്ങനെ ഓരോരുത്തരുടെയും സമയങ്ങൾ പരമാത്മാവിന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഭയക്കണ്ട. നമ്മൾ ആരാധിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, പ്രേമമാകുന്ന ഭക്തിയിൽ മുഴുകുക. അപ്പോൾ സമയം അടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന വന്നിരിക്കും, ചേർന്ന് വരും. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അമ്മേ എനിക്ക് അവിടുത്തെ കരുണ, അവിടുത്തെ കൃപാകടാക്ഷം, അമ്മേ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കണം, എനിക്കിതെല്ലാം അറിയണം, എനിക്കും ആനന്ദം അനുഭവിക്കണം അമ്മേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അഗതിയല്ലേ. അമ്മ എപ്പോഴാണ് നമ്മളെ അതിന് സമയം അമ്മയോടെ ചിന്തിക്കും. അല്ല നമ്മൾ തന്നെയല്ല, ഇതിനെല്ലാം ഒരു ഒത്തൊരുമ വരണം. പ്രാർത്ഥന നമ്മൾ മുടക്കാതെ ചെയ്തു വരുമ്പോൾ സമയം അടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞും കൂടെ വരും, എല്ലാവരും ഒത്തുവരും. അല്ലെങ്കിൽ എന്ത് വേണം, ഇങ്ങനെ ഒരു ഞാനിപ്പം എൻ്റെ എല്ലാ ഉത്തരവാദിത്തമുള്ള സമയത്തല്ലായിരുന്നു എന്തെല്ലാം പണി, എന്നിട്ട് എനിക്ക് ആ സമയത്ത് അതൊക്കെ 2ാം സ്ഥാനത്ത് ഞാൻ ഇതിനു വേണ്ടി കിടന്ന് തെണ്ടി കരഞ്ഞില്ലേ. എത്രമാത്രമാണ് ഞാൻ അത്രമാത്രം അതിനു വേണ്ടി പ്രയത്നിച്ചു. അതെന്താ, അത് കിട്ടിയേ പറ്റൂ. നമുക്കൊരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഒരു ദാഹജലമോ നമുക്ക് അങ്ങേറ്റം മുട്ടി ആരുടെങ്കിലും തെണ്ടി ചോദിക്കത്തില്ലേ, യാചിക്കത്തില്ലേ? ആ ഒരു യാചനയാന്ന് കൂട്ടിക്കോ. അത് നമ്മൾ അത്രത്തോളം സമയം അടുത്തെങ്കിൽ നമുക്ക് ആ പ്രായത്തിലൊക്കെ കിട്ടും. സമയം വരണമെന്ന് നമ്മൾ കഴിഞ്ഞ ജന്മത്തെ സുഹൃതം പോലെയല്ലേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തത് അതിൻ്റെ പൂർത്തീകരണം മാത്രം മതിയെങ്കിൽ കുറേയൊക്കെ നേരത്തെ ഇത് സംഭവിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഈശ്വരനറിയാം എപ്പോഴാണ് സമയമെന്ന്, നമുക്കല്ലാതെ അറിയത്തില്ലല്ലോ. എല്ലാം ഒത്തു വരുന്ന ഒരു പരമാത്മാവിനറിയാം, അമ്മയ്ക്കറിയാം. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് ഭക്തിയോടുകൂടി അഗതിയാണ്. നമുക്കാർക്കും യാതൊരു കഴിവുമില്ല അമ്മേ. എപ്പോഴും അമ്മയെ പ്രാർത്ഥിക്കാനും അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് സ്നേഹം അമ്മ തരാനും നമ്മൾ പ്രേമമാകുന്ന ഭക്തി അമ്മയ്ക്ക് കൊടുക്കാനും ഒന്നായി ചേരാനുള്ള ഒരു ഈശ്വരനായിട്ട് ലയിക്കാനുള്ള ആനന്ദം അനുഭവിക്കാൻ നമ്മുടെ കടാക്ഷം എപ്പോഴും വേണം എന്ന് നമ്മൾ പ്രയത്നിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അത് മുടക്കാൻ പാടില്ല. കൃത്യനിഷ്ഠയാണ് ഇതിനെല്ലാം ആവശ്യം. അതൊരു വല്ലാത്ത, ഇന്ന് പലരും കൃത്യനിഷ്ഠ ഉണ്ടാവുന്നില്ല. വീട്ടിലെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പലർക്കും ഇത് 2ാം സ്ഥാനം വെച്ചിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി 1ാം സ്ഥാനം കൊടുക്കുന്നു. ആ 1ാം സ്ഥാനം ഇവിടെ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാന്റെ കാര്യം ഭഗവാൻ ഇതൊന്നും വേണ്ട, നമുക്ക് നന്നാവണം, ഈശ്വരനിൽ നിന്ന് നമുക്ക് എന്താ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യനിഷ്ഠയുള്ളത് 1ാം സ്ഥാനം ഈശ്വരൻ്റെ കാര്യം. ഈശ്വര കാര്യം നമുക്ക് വേണ്ടുന്നത് ഈശ്വരനോടുള്ള സ്നേഹമാണല്ലോ. അതിന് മുന്നേ നമുക്ക് സ്നേഹം ഈശ്വരനിൽ നിന്ന് വാങ്ങിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അല്ല ഈശ്വരനൊന്നും വേണ്ട, നമ്മൾ ഈശ്വരനിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എന്താ വേണ്ടത്, അതിന് നമുക്കതിനെ പ്രയത്നിക്കാനുള്ള കൃത്യനിഷ്ഠ, അത് സ്നേഹം ഭക്തിയും എല്ലാം വർദ്ധിക്കാൻ 1ാം സ്ഥാനം ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി പൂജയായാലും വഴിപാടായാലും പ്രാർത്ഥനയായാലും രാവിലത്തെ കർമ്മങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാ ഭഗവാന്റെ മുമ്പിൽ എന്തൊക്കെയാ നിത്യേന ചെയ്യേണ്ട കാര്യം, ഭഗവാന്റെ വിഗ്രഹത്തെ കുളിപ്പിക്കുക, തോർത്തുക, എടുത്തുകൊണ്ട് നടക്കുക, ആനന്ദിക്കുക, മുത്തം കൊടുക്കുക, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇതൊക്കെ കൃത്യനിഷ്ഠയായിട്ട് നിത്യേന ഇന്നൊരു ഭക്തി വരുമ്പോൾ ഇന്നൊക്കെ കാണിക്കുന്ന ആളെ ഇല്ല, അത് ശരിയല്ല. എന്നും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് നിത്യേന മുന്നേ ചെയ്യണം. ഇത്രയും പ്രായമായിട്ട് ഞാനത് ഇപ്പോഴും മുന്നേ എഴുന്നേക്കാം. ഇപ്പോൾ രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഉറക്കം. അതും ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുമ്പോൾ ചിലപ്പം
ഉറങ്ങാതിരിക്കത്തില്ല. അപ്പം നേരം തനി വെളുക്കുമ്പോഴേ എണീക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും എഴുന്നേൽക്കാൻ മുന്നേ എൻ്റെ മനസ്സിനകത്ത് എന്തൊക്കെയാ മുമ്പേ ഒന്ന് ഭഗവാന്റെ മുഖം നമ്മൾ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നെങ്കിലും ഭഗവാന്റെ മുഖം മുമ്പേ ഒന്ന് കാണുക, എന്നിട്ട് അവിടെ വേണ്ടുന്നതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൃത്യനിഷ്ഠ ഒരു ഭക്തന് ആവശ്യമാണ്. അതാണ് ഈശ്വരൻ നോക്കുന്നത്. അത് ഭക്തിയുടെ അങ്ങേയറ്റമാണ്. ഭക്തിയുള്ളവർക്ക് അതേ മുന്നേ നടക്കത്തുള്ളൂ. അവർക്കത് കഴിയാതെ മറ്റൊന്ന് അത് പല മക്കൾ എന്നെ വിളിക്കുമ്പോൾ പറയാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് അറിവാൻ വേണ്ടി പറയുന്നു, നമ്മുടെ വീട്ടുകാര്യങ്ങൾ മുന്നേ ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഈശ്വരൻ്റെ കാര്യം എന്താ, നമുക്ക് വേണം ഈശ്വരനെ. അപ്പം നമ്മൾ അതിന് വേണ്ടുന്ന യോഗ്യത എങ്ങനെയാണ് നേടേണ്ടത് അത് പിന്നെ ആക്കരുത്. അതിന് വേണം മുന്നേ കാണാൻ. അത് ചെയ്താൽ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം, അഥവാ തന്നെ നമുക്ക് ഈ ഒത്തിരി നേരത്തെ കൂട്ടി പലർക്കും പല രീതിയാണ് ഒരു വീട്ടിൽ. അതിന് ഒത്തുകൂടെ നേരത്തെ അങ്ങ് എഴുന്നേറ്റാൽ മതിയല്ലോ. അപ്പോൾ എഴുന്നേൽക്കുമ്പോഴും ഭഗവാൻ അടുക്കലേക്ക് ഒന്നൊന്ന് തൊഴുത് സന്തോഷമായിട്ട് ഒരു കാര്യം, നമുക്ക് ഇന്ന ഒരു കാര്യം നേരത്തെ ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്താലും അതിനിടയ്ക്കൂടെ നമുക്ക് നമ്മുടെ വിളക്കത്തിക്കുന്ന ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. കൃത്യനിഷ്ഠയായിട്ട് അത് ചെയ്യാമല്ലോ. ആ ഒരു ജോലി ഇപ്പം നേരത്തെ കൂട്ടി ചെയ്തെന്ന് വെച്ചിട്ട് ദോഷമൊന്നുമില്ല. അത് നമുക്ക് വേണ്ടെന്ന് ചെയ്ത്, ഇപ്പം നമുക്ക് രാവിലെ ഒരു കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം, വെളുപ്പിനെ എണിച്ച് അരിയെടുക്കണം ചെയ്യണം. പക്ഷെ എന്നാലും നമുക്ക് ഭൂമി ദേവിയെ തൊഴുത് ഈശ്വരൻ്റെ മുമ്പിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈശ്വരന് മുൻഗണന, ഈശ്വരനോടുള്ള സ്നേഹം മുൻഗണന. രണ്ടാം സ്ഥാനം ഒരിക്കലും അംഗീകരിക്കത്തില്ല. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഞാനൊരു മനുഷ്യനല്ലേ, എൻ്റെ മക്കൾ പോലും സ്നേഹമായിട്ട് തന്നെ എന്നോട് സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആരുടെയും ഒന്നും എനിക്ക് ആഗ്രഹമില്ല. മക്കളായാൽ പോലും അവരുടെ സ്നേഹമാണ് എനിക്ക് ആവശ്യം, പണമല്ല ആവശ്യം. ഇന്ന് മക്കൾ പറയും പണം മുഖ്യമാണ്, പണം ഉണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് അവരുടെ സ്നേഹം, ഒരു വാക്കോ ഒരു നോട്ടമോ അതാണ് എനിക്ക് ആവശ്യം. ഭഗവാനും അപ്പം അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഭഗവാൻ ചിന്തിക്കുന്നത് നമ്മുടെ നോട്ടം, സ്നേഹം, ഭക്തി, ഇതായിരിക്കും ഭഗവാൻ മുന്നേ ചിന്തിക്കുന്നത്. അപ്പം നമ്മളോടൊരു സ്നേഹം ആക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടോ ഒരു വാക്കോ മക്കൾ തരാണ്ട് പണം അയച്ചു തരിക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ പണത്തിന് യാതൊരു മോഹവും എനിക്കില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നുവെച്ചെങ്കിൽ പണം ഇല്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. പക്ഷേ അതിനെ സന്തോഷമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ സ്നേഹം കൂടെ അതിൻ്റെ മുന്നേ തരണം. അതിന് അവർക്കൊക്കെ തയ്യാറല്ലാത്ത എന്താ, സമയമില്ല. അവർക്ക് സംസാരിക്കാൻ സമയമില്ല. അത് ഒളിച്ചു വെക്കുന്നത് എന്തിനാ? അവർക്ക് ഇങ്ങനെ ഈ രാത്രി ഉറക്കമുള്ള വർക്കൊക്കെയാണ്. അന്നേരം ഒരുപാട് ഫോൺ വിളിക്കൊണ്ട് മുഷിഞ്ഞൊക്കെ ആയിരിക്കും. കാര്യം എനിക്കറിയാം. എന്നാലും എന്തോ എനിക്ക് അങ്ങനെയാണ്. എൻ്റെ മനസ്സിൽ സ്നേഹത്തിനാണ് വില. ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹം കൊടുക്കും ഭഗവാൻ. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പണം രണ്ടാം സ്ഥാനം മതി, സ്നേഹമാണ് ഒന്നാം സ്ഥാനം. അത് വില കൊടുത്താൽ കിട്ടുന്നതല്ല. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ പണം താനേ വരും. അപ്പോൾ സ്നേഹം തന്നെ മുന്നേ ഇരിക്കണം. ഞാനിത് എന്താ ഉദാഹരണം പറഞ്ഞറിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഭഗവാൻ എത്രമാത്രം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു സ്നേഹത്തോടുള്ള ഭഗവാനി കൃഷ്ണ നാരായണ ഉറങ്ങി എണീറ്റ് വന്ന്, കാരണം നമുക്ക് വിഷമങ്ങളൊന്നും വന്നില്ല, സന്തോഷമായിട്ട് ഉറങ്ങി സുഖമായിട്ട് എണീറ്റു, ഒരു രോഗമോ അസുഖങ്ങളോ ഒന്നും സംഭവിക്കാൻ ഭഗവാൻ കാത്തു രക്ഷിച്ചു. അതിന് നന്ദി വാക്കൊക്കെ ഒന്ന് പറയുമ്പോൾ ആ ഭഗവാൻ എത്ര സ്നേഹമായിരിക്കും. ഒന്നാമതേ വന്ന് ഭഗവാന്റെ കൃത്യനിഷ്ഠ, ഇതാണ് നമ്മൾക്ക് ചെയ്യാനുള്ള കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഓരോ സമയത്ത് ഓരോ കൃത്യനിഷ്ഠകളുണ്ട്. പല്ല് തേച്ച് ദേഹശുദ്ധിയൊക്കെ വരിട്ട് വേറെ പിന്നും പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ 6, 7 ഒക്കെ നേരങ്ങളൊക്കെ പ്രാർത്ഥിച്ച സമയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് വരാനും നമ്മൾ തന്നെയാണ് പ്രയത്നിച്ചെടുക്കേണ്ടതാണ് ഞാനിത് ഉൾക്കൊണ്ട് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിന് വില. അപ്പോൾ എന്ത് വേണം? നമുക്കും അത് ചിന്തിക്കണം. നമുക്കും അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അവരോടും നമുക്ക് പൈസയൊക്കെ രണ്ടാമത് കൊടുത്താൽ മതി. അമ്മ എന്നൊരു സ്നേഹത്തിൽ അച്ഛാ, അത് അവർക്ക് എത്ര ആനന്ദമെന്ന് അറിയാമോ? അവർ പണത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ല, അവർ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരായിരിക്കും. ഭഗവാനും അതുപോലെ നമ്മളെ സൃഷ്ടിച്ചേക്കുന്ന ഭഗവാനോട് അല്പം സ്നേഹം കിട്ടാനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോകപിതാവായിരിക്കുന്ന പരനും അതായത് പരമ്പൊരുളിനും ലോകമാതാവായിരിക്കുന്ന ആ അമ്മയ്ക്കും നമ്മൾ സ്നേഹപൂർവ്വം ഭഗവാനി നാരായണ, ആ നാരായണനാണല്ലോ കൃഷ്ണ ആ പരാശക്തിയാണല്ലോ ദേവി, ശാരദയെന്നോ ദുർഗയെന്നോ ഭദ്രയെന്നോ എന്ത് വിളിച്ചാലും ആ പരാശക്തിയാണല്ലോ അമ്മേ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് നമ്മൾ 2-3 വാക്ക് പറഞ്ഞാൽ എത്ര താമസമുണ്ട്.
എന്തെങ്കിലും അപ്പോൾ നമ്മുടെ സ്നേഹമല്ലേ അത്, ഭഗവാനുള്ള സ്നേഹമല്ലേ, ആ സ്നേഹം കൊടുക്കൂ. ഈശ്വരനോട് സ്നേഹം, നമ്മുടെ സ്നേഹം ഭക്തിയും പ്രേമവും അങ്ങോട്ട് കൊടുക്കൂ. മനമലരാണതല്ല, നമ്മുടെ മനസ്സിലെ മലരാണ്, പുഷ്പമാണ്, അതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. അതുപോലെ അത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ മക്കളും അതുപോലെയാണ്. അമ്മയ്ക്കും അച്ഛനും സ്നേഹമാകുന്ന പുഷ്പം ഈ അമ്മ പ്രസവിച്ച് വളർത്തിയ അമ്മ, ആ അമ്മയ്ക്ക് മുന്നേ എന്തെങ്കിലും ഒരു വാക്ക്, അങ്ങനെ നമ്മൾ ഏത് രാജ്യത്തോ അവർ കിടക്കട്ടെ, അവർക്ക് അത് അറിയത്തില്ല. അവർ വിചാരിക്കുന്ന പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്നൊന്ന് വിളിക്കാം, വിവരങ്ങൾ അറിയാം, ഇതൊക്കെയാണ് ചിലപ്പോൾ ഈ മക്കൾ ധരിക്കുന്നത്. സ്നേഹക്കുറവല്ലത്. പക്ഷേ അവർ വിചാരിക്കുന്നത് അമ്മയ്ക്കും അച്ഛനും മുടങ്ങാതെ കാശ് ഒപ്പിക്കണം, അവർ ജോലികളിൽ അവർക്ക് കാശ് കിട്ടും. അവരുടെ വെപ്രാളം അതാണ്. അവർ വെപ്രാളപ്പെട്ട് കൃത്യ സമയങ്ങൾക്ക് മുമ്പേ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ കാര്യസാധനം ഇങ്ങോട്ട് മരുന്നും അതും ഇതൊക്കെ വേണ്ടേ ഭർത്താവിനും അല്ല അച്ഛനും അമ്മയ്ക്കൊക്കെ. ഇതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ അവർക്ക് വിളിക്കാനല്ല അവർക്ക് വെപ്രാളം, അവർക്ക് കാശുണ്ടെങ്കിലേ ജീവിക്കാക്കുള്ളൂ, അവർക്ക് അതേ അറിയൂ. കുട്ടികളല്ലേ. അപ്പോൾ പക്ഷേ കുട്ടികളല്ലാത്ത ഈശ്വരനോട് നമ്മളെങ്ങനെയാണ് കാണുന്നത്? അപ്പം ഞാനും അങ്ങനെ കാണും. ഞാൻ എൻ്റെ ഈശ്വരനോട് ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് എണീക്കുമ്പോഴേ വന്ന് ഭഗവാനെ തൊഴുത് അങ്ങനെ അന്നേരം ഞാനും ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ മക്കളും അങ്ങനെ ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ ഇങ്ങനൊരു സ്നേഹമാകുന്നൊരു എന്തെങ്കിലും ഒരു ചോദ്യം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്താ ഇതുപോലെ അല്ലയോ പ്രതീക്ഷിക്കുന്നത്? ഞാനെല്ലാം ചെയ്യുന്നത് ഭഗവാനെ പോലെ എന്നാണ്. ഈശ്വരൻ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളെ കൊണ്ട്? അത് നമ്മൾ ഈശ്വരന് ഇഷ്ടമുള്ളത് എന്താ ചെയ്യേണ്ടേ, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. ഞാനും ഈശ്വരൻ പറയുന്നില്ല എനിക്ക് നീ ഇന്നത് പാല് കൊണ്ടുതാ, പഴം കൊണ്ടുതാ, മറ്റേതാ എന്നൊന്നും ഭഗവാൻ ചോദിക്കുന്നില്ലല്ലോ. ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. അത് നമ്മുടെ സ്നേഹമാണ്. നമുക്ക് എന്തെങ്കിലും എടുക്കുക, അത് ഭഗവാന് മുമ്പേ അർപ്പിക്കുക, അത് നമ്മുടെ സ്നേഹം. ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ സ്നേഹവും ഭക്തിയും അത്രത്തോളം ഉണ്ടെങ്കിൽ ഈശ്വരൻ അത് സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു ജലമായാലും പുഷ്പമായാലും ഒരു തുളസി ആയാലും ഭക്തിയും അത്രമാത്രം സ്നേഹവും പ്രേമവും ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അത് ആവശ്യപ്പെടൂ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളോട് സ്നേഹവും ഭക്തിയും അത്രത്തോളം ഇല്ലെങ്കിൽ നമുക്കും മക്കളുടെ യാതൊന്നിനും ആഗ്രഹമില്ല. ഇതാണ് ഞാനും ചിന്തിക്കുന്നത്. എനിക്ക് ആവശ്യം എന്താണ്? ഭഗവാൻ എന്താ, ഭഗവാന്റെ ഇഷ്ടം ചെയ്യുക. എനിക്കും എന്താ, എൻ്റെ ഇഷ്ടം ചെയ്യുക. അതാണ് ആ കർത്താവായ യേശുദാസൻ പറയുന്നത്, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. അപ്പോൾ പിതാവിനെ, പരമാത്മാവായ ഈശ്വരൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ആ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ കർത്താവും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് സ്നേഹിക്കുന്ന എന്താ, അതുപോലെ നമ്മളും അങ്ങനെ ആകണം. അപ്പം നമ്മൾ യഥാർത്ഥത്തിലൊരു ഈശ്വരൻ്റെ ഒരു ശിഷ്യനാണ്, നമ്മൾ ഈശ്വര പൈതലാണെങ്കിൽ ഈശ്വരൻ എന്ത് ചിന്തിക്കുന്നു അത് ഞാനും ചിന്തിക്കുന്നു. ഇനിയുള്ള തലമുറ, എൻ്റെ ഈ ഭക്ത മക്കളും അത് മനസ്സിലാക്കണം. ഈശ്വരൻ എന്ത് ഇഷ്ടപ്പെടുന്നു, എന്താണ് ഈശ്വരൻ്റെ ഇഷ്ടം ചെയ്യുക, അത് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്കും അതുപോലെ നമ്മുടെ മക്കളാകുന്ന ഭക്ത മക്കളും എല്ലാം അങ്ങനെ ചെയ്യണം. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എല്ലാം നമ്മൾ അങ്ങനെയാണ്. ഭഗവാൻ എന്താണ് ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടം, നമ്മൾ അങ്ങനെ ആയിത്തീരണം. അതാണ് ഭക്തൻ. ഒരു ഭക്തൻ ഭഗവാനെ പോലെ എന്നാണ്. അതിനൊക്കെ മേലെ എന്നല്ല, ഒരു ഗുരുവിൻ്റെ പോലെ ശിഷ്യൻ. അത് ഗുരുവിനും മേലെ, അതൊക്കെ മേലെ ആവരുത്. ഒരു ശിഷ്യൻ ഗുരുവിനെ പോലെ, ഒരു ദൈവ പൈതൽ ആ പിതാവല്ലയോ ദൈവം. അപ്പോൾ ഒരു ദൈവ പൈതൽ പിതാവിനെ പോലെ, അതെന്തൊരു നല്ലതാ. ആഗ്രഹിക്കുന്ന അങ്ങനെ ഈശ്വരൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്നെ പോലെ ആകണമെന്നാണ്. ഞാൻ ആയതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആകുവിൻ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആകണം, നമ്മുടെ മക്കളും അങ്ങനെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഇതെനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.